ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ബലമായിട്ട് ഇറക്കി വിടുക എന്നല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല. അത് ചെയ്യാമേ. വേണമെങ്കിൽ ആരെങ്കിലും സഹായത്തിന് വിളിക്കുകയും ചെയ്യാം. സുകുമാരിയമ്മയെ കണിമംഗലത്തിന്റെ പടി കയറ്റാതിരിക്കുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ അത് കഴിഞ്ഞ് അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് നമ്മൾ തന്നെയല്ലേ ഉത്തരം പറയേണ്ടത്. എന്താടാ കൈ തരിക്കുന്നുണ്ടോ നിനക്ക്? നിത്യേന ദൈവത്തിനെ പൂജിക്കുന്ന കൈകൊണ്ട് നൊന്തുപെറ്റ അമ്മയെ തല്ലണോ നിനക്ക്? തല്ലണ്ട, കൊല്ല്. നീ എന്നെ അങ്ങ് കൊല്ലടാ. അമ്മേ കൊല്ലടാ, കൊല്ലാൻ. എടാ എന്നെ അങ്ങ് കൊല്ല്, കഴുത്ത് ഞെരിച്ചങ്ങ് കൊല്ല്. കൊല്ലാൻ എന്തിനടാ മടിക്കുന്നേ? കഴുത്ത് ഞെരിച്ചു കൊല്ലെന്നെ. അപ്പോഴും ദേവനാരായണൻ തിരുമേനിയെ ന്യായീകരിക്കാൻ കുറെ ആൾക്കാരുണ്ടാവും. വേറെ ആരും അംഗീകരിച്ചില്ലെങ്കിലും പെറ്റതള്ളെ അംഗീകരിക്കാനേ അവൾ ഓടി വരും. അനാഥയായ രാധിക. കൊല്ലടാ, എന്നെ അങ്ങ് കൊന്നേക്ക്. നീ കൊല്ലേ. ജീവൻ ശേഷിക്കും വരെ സുകുമാരി ഇപ്പ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യും. നിങ്ങൾക്കൊക്കെ സുകുമാരിയുടെ മുന്നിൽ തോറ്റ് തരേണ്ടിയും വരും. എന്താ ഇത്രയും നേരം നിന്റെ ഭാര്യ ചെവിയിൽ ഓതി തന്നൊന്നും നിനക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ലേ? അമ്മയൊന്നും വെറുതെ ഇരുന്നേ. ഞാൻ ദേവേട്ടനോട് എന്ത് പറഞ്ഞു? അമ്മ ചെയ്ത പ്രവൃത്തികൾ ന്യായീകരിക്കാൻ ഈ ലോകത്ത് അമ്മയ്ക്ക് മാത്രമേ കഴിയൂ. കണിമംഗലം കുടുംബത്തിനോട് ഞങ്ങൾക്കൊരു ബഹുമാനമുണ്ട്. അത് ഞങ്ങളുടെ മകൾ അവിടെ ജീവിക്കുന്നതുകൊണ്ടാ. ഓടി അവിടുന്ന് നിങ്ങളുടെ ഒരു മോള്. പണ്ട് ഞാൻ പറഞ്ഞപ്പോ അതിനെ അങ്ങ് ഞെരിച്ച് കൊന്നിരുന്നെങ്കിലേ ഇന്ന് ഈ കുടുംബത്തിന് ഇത്തിരി സമാധാനം ഉണ്ടായേനെ. ഇപ്പോഴും വൈകിട്ടില്ല. വിളിച്ചു വരുത്തി എന്തെങ്കിലും വിഷം കൊടുത്ത് കൊന്നാലും കുഴപ്പമില്ല. അമ്മേ, താനിങ്ങ് പോരാ. എല്ലാരെയും കൂടി കൊല്ലാൻ തീരുമാനിച്ചിറങ്ങിയിരിക്കുക. എല്ലാരെയും കൊല്ലുകയൊന്നുമില്ലടാ. പക്ഷേ കൊല്ലേണ്ടവരെ സുകുമാരി തെരഞ്ഞു പിടിച്ചു കൊല്ലും. പരമേശ്വര, കാര്യങ്ങള് നമ്മുടെ കൈവിട്ടു പോകുന്ന അവസ്ഥയാ. എന്താ ഇനി ഇതിൽ ചെയ്യാൻ പറ്റുക? ചന്ദ്രശേഖരൻ ജയിലിലായ കാര്യം പോലും ആളുകൾ ചെവിക്ക് ചെവി സംസാരിച്ചു എന്നല്ലാതെ നമ്മുടെ മുഖത്തേക്ക് ഒരു ചോദ്യം ആരും എറിഞ്ഞിട്ടില്ല. കാലങ്ങളായിട്ട് കണിമംഗലത്തിലുണ്ടായിരുന്ന തലപ്പൊക്കം സുകുമാരിയമ്മ ഇന്ന് അവസാനിപ്പിച്ചു. അതിനുള്ള തെളിവല്ലേ വന്നുകൂടിയ ആളുകളുടെ സംസാരം. അയൽപക്കത്തൊരു നേട്ടം ഉണ്ടായാല് അത് സംസാരിക്കാതെ ഒഴിവാക്കും. സ്വത്ത് തർക്കമോ അതിന്റെ പേരിൽ അടിപിടിയോ ആണെങ്കില് വെറുതെ ഒന്ന് രണ്ട് വാക്ക് പറഞ്ഞു നിർത്തും. പക്ഷേ ഒരു പെണ്ണ് കേസാണെങ്കില് എല്ലാ കുടുംബത്തിലത് സംസാരം ഉണ്ടാവും. അവര് നോക്കുമ്പോ അത് ചെറിയ കാര്യമല്ലല്ലോ. ഒരാൾക്ക് 2 ഭാര്യമാര്. അതിന്റെ അവകാശ തർക്കം പറയാൻ എത്രമാത്രം കഥകളുണ്ടാവും. പ്രിയങ്ക സ്ഥിരമായിട്ട് ഇവിടെ നിന്ന ആളുകളൊക്കെ പറയാൻ തുടങ്ങുന്നത് വരുണിന്റെ നടപടി ദൂഷ്യത്തെക്കുറിച്ചായിരിക്കും. ഇതിനിടയിൽ ആകെ ഒരു സമാധാനം പ്രിയങ്കയ്ക്ക് ഇപ്പൊ വരുണിനെ തിരിച്ചറിഞ്ഞൂടാന്നുള്ളതാ. അതുകൊണ്ട് എന്താ കാര്യം? ബലമായിട്ട് ഇറക്കി വിടുക എന്നല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല. അത് ചെയ്യാമേ.
വേണമെങ്കിൽ ആരെങ്കിലും സഹായത്തിന് വിളിക്കുകയും ചെയ്യാം. സുകുമാരിയമ്മയെ കണിമംഗലത്തിന്റെ പടി കയറ്റാതിരിക്കുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ അത് കഴിഞ്ഞ് അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് നമ്മൾ തന്നെയല്ലേ ഉത്തരം പറയേണ്ടത്. പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ പോയ എന്താവും സ്ഥിതി? വരുണിനെ വിളിപ്പിക്കും, അതിനു പുറകെ രാധികയും. ചോദ്യം ചെയ്യൽ വികൃതമായിരിക്കും. അതിനു പുറകെ ഇപ്പൊ ഈ മുട്ടിന് വാർത്ത കൊടുക്കുന്ന ടീംസ് ഉണ്ടല്ലോ, അവരും ഇറങ്ങിത്തിരിക്കും. മുമ്പ് ഓർമ്മയില്ലേ വരുണിനെയും രാധികയും കോടതിയിൽ ഹാജരാക്കിയ ദിവസം? അങ്ങനെ കുറെ വാർത്തകൾ അവരുണ്ടാക്കുകയും ചെയ്തു. അതിന്റെയൊക്കെ ബാക്കി ഉണ്ടാവും ഇനി. ദേവനാരായണൻ തിരുമേനിയും യശോദയും പൂർണ്ണമായും നമ്മുടെ കൂടെയാ. എതിര് നിൽക്കുന്നത് സുകുമാരിയമ്മ മാത്രോ. അവരൊരു ആർത്തിക്കാരിയായിട്ടാ എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അവർക്കെന്തെങ്കിലും കൊടുത്തിട്ട്. നീ എന്താ പത്മിനി ഈ പറയുന്നേ? സുകുമാരി അമ്മയ്ക്ക് കൈക്കൂലി കൊടുക്കാനോ? അങ്ങനെ കൊടുത്താ സുകുമാരി അത് ആൾക്കാരോട് വിളിച്ചു പറയും. അതോടെ നമ്മൾ എന്തോ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയും. ഇത് നമ്മൾ വളരെ സൂക്ഷിച്ചും കണ്ടും കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. വരുൺ തിരിച്ചു വരുമ്പോ അവനോടും പറയണം. എന്തിനും തുനിഞ്ഞു നിൽക്കുന്ന സുകുമാരിയമ്മയുടെ കയ്യിൽ നിന്ന് രാധികയെ നമ്മുടെ മകനെ രക്ഷിച്ചെടുക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. എന്തായാലും പ്രിയങ്കയുടെ നീക്കങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. വരുണിന്റെ അധികം തിരിച്ചെത്തിയാൽ അവരുടെ അടുത്തേക്ക് അവളെ വിടണ്ട. ഞാൻ ശ്രദ്ധിച്ചോളാം. ഒന്നും പറ്റിയില്ലെങ്കില് വരുണും രാധികയും കുറച്ചു കാലം വിദേശത്തോ മറ്റോ പോയി നിക്കട്ടെ. സുകുമാരി എന്തായാലും അവിടം വരെ എത്തില്ലല്ലോ. അത് നമുക്ക് ആലോചിക്കാവുന്ന കാര്യമാണമ്മേ. വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. പ്രിയങ്കേ, ഇതെന്താണെന്ന് പ്രിയങ്കയ്ക്ക് മനസ്സിലായോ? പ്രിയങ്കയുടെ കല്യാണത്തിന്റെ ആൽബമാ. വരുണുമായിട്ടുള്ള കല്യാണത്തിന്റെ. ദേ, ഇത് കണ്ടോ? മോളും വരുണും ഭാര്യയും ഭർത്താവായിട്ട് നിൽക്കുന്നത്. ഇത് ഭാര്യ, ഇത് ഭർത്താവ്. അതെ, ശരിക്കും കല്യാണം കഴിച്ചതേ മോളും വരുണുവാ. രാധിക വരുണിന്റെ മോളുടെ അടുത്തുനിന്ന് തട്ടിയെടുത്തതാ. എന്തിന്? അവൾക്കേ വരുണിന്റെ കൂടെ സുഖമായിട്ട് ജീവിക്കാൻ. കണിമംഗലത്തെ സമ്പത്തൊക്കെ അനുഭവിക്കാൻ. നോക്ക് പ്രിയങ്കേ, ഈ കാണുന്ന വീടും സ്വത്തും എല്ലാം പ്രിയങ്കയുടേതാ. പക്ഷേ ഒരു കാര്യമുണ്ട്, വരുണിന്റെ രാധികയ്ക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല.